നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മോളെ മോളെ ആരും ഇവിടെ ഒന്നും ചെയ്യില്ല. മോൾക്ക് പറയാനുള്ളത് മുഖത്ത് നോക്കി പറയേ. എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു അങ്കിളെ. ഞാനും എന്റെ ഭർത്താവും പിരിയാനുള്ള കാരണം ഈ പെണ്ണ് ശ്യാമയാ. മോളിതെന്താ വിവാഹ ആലോചന സമയത്ത് പറയാതിരുന്നത്? കാമുകിക്ക് കല്യാണം ഉറപ്പിച്ച് കഴിയുമ്പോഴെങ്കിലും എന്റെ മുൻ ഭർത്താവ് ഒന്ന് ഒതുങ്ങുന്ന ഞാൻ കരുതിയേ. പിന്നെ ഒരു പെൺകുട്ടിയുടെ ജീവിതം തകർക്കണ്ടെന്നും കരുതി. പക്ഷെ രണ്ടുപേർക്കും ഒരിക്കലും പിരിയാൻ കഴിയില്ലെന്ന് ഇപ്പൊ മനസ്സിലായി. കള്ളം, പച്ച കള്ളവള് പറയുന്നത്. അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ശ്യാമയെ തെറ്റായ ഒരു അർത്ഥത്തിൽ നോക്കിയിട്ട് പോലുമില്ല ഞാൻ. കല്യാണം വേണ്ടാന്ന് വെക്കാനുള്ള തീരുമാനത്തിന് ദയവ് ചെയ്ത് പിന്മാറണം. എന്നെ വിശ്വസിക്കണം. മരിച്ചുപോയ എന്റെ അമ്മയും ശ്രീകോവിലെ ദേവിയെ സത്യം ചെയ്ത് ഞാൻ പറയുക, ഞാൻ ശ്യാമയായിട്ട് അങ്ങനെ ഒരു ബന്ധമില്ല. പ്ലീസ് രോഹിതേ, ഇത് സംബന്ധിച്ചൊരു അവസാന തീരുമാനം എടുക്കേണ്ടത് ഞാനോ തനുജയോ അല്ല, ദീപക്കാണ്. ദീപക്, പ്ലീസ്, ഞാൻ പറയുന്നൊന്ന് വിശ്വസിക്കണം. പ്രായം കൊണ്ട് എന്നെക്കാളും ഇളയാളാ ദീപക്. എങ്കിലും വേണമെങ്കിൽ ദീപകിന്റെ കാല് ഞാൻ പിടിക്കാം. ഈ തീരുമാനത്തിൽ നിന്ന് ഒന്ന് പിന്മാറണം. ഒരു പെൺകുട്ടിയുടെ ഭാവിയെ കരുതിയ ദീപക്, പ്ലീസ്. എന്റെ കാലൊന്നും പിടിക്കണ്ട രോഹിത്. ഒരു പെൺകുട്ടിയുടെ ഭാവി നശിപ്പിക്കാൻ താല്പര്യവുമില്ല. ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്ന പെൺകുട്ടിയെ ശ്യാമ. ഇതുവരെ അതുപോലെ വേറൊരാളെ സ്നേഹിച്ചിട്ടുമില്ല. ശ്യാമയുടെ വിവാഹം ഇന്ന് തന്നെ നടക്കണം. അല്ലെങ്കിൽ പിന്നീട് ഒരിക്കലും അത് നടക്കില്ല. താൻ തന്നെ കെട്ടിക്കോളെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ദേവി, സുസ്മിതേ, ഇതാണ് എനിക്ക് നിനക്ക് നൽകാനുള്ള മറുപടി. ശാലിനിയുടെ അനിയത്തിയായി പോയതുകൊണ്ട് ശ്യാമയുടെ ജീവിതമൊന്നും പൊട്ടിത്തകരാൻ പോകുന്നില്ല. പിന്നെ എന്റെ അമ്മയുടെ അന്ത്യാഭിലാഷം, ഞാൻ താലി കെട്ടി ഒപ്പം സമാധാനമായിട്ട് ജീവിക്കാൻ പോകുന്ന പെണ്ണാരാണെന്ന് ചോദിച്ചാ ദാ നിൽക്കുന്നു. പിന്നെ അമ്മയുടെ ആദ്യത്തെ ആഗ്രഹം നിനക്കുള്ള ശിക്ഷ വാങ്ങിത്തരിക എന്നുള്ളത്. ഇപ്പോഴും പരോളി തന്നെയാണെന്നുള്ള കാര്യം നീ മറക്കുന്നു. അകത്തേക്ക് തന്നെ പോകണം.
അതിനുള്ള ദിവസങ്ങൾ ചുരുങ്ങിക്കൊണ്ടിരിക്കുക. രക്തയക്ഷി ജയിലിൽ കിടക്കുമ്പോ ഞാനൊരു മനുഷ്യ സ്ത്രീയുടെ കൂടെ സന്തോഷമായിട്ട് ജീവിക്കും സുസ്മിതേ. നീ പോ. സുസ്മിതയ്ക്ക് ഒരു മറുപടി കൊടുക്കണമെങ്കിൽ അതിങ്ങനെ തന്നെ വേണം. ഒരു തെറ്റുമില്ല മോനി ചെയ്തത്. ദാ, ഇതുകൂടി അങ്ങ് ചാർത്തി കൊടുക്ക. ഭഗവാൻ കാണുന്നുണ്ടായിരുന്നെല്ലാം. ചേരേണ്ടത് തന്നെയാ കൂട്ടി യോജിപ്പിച്ചതും. ശ്യാമമോളിപ്പോ സുമംഗലിയായി. ഇതിങ്ങനെ തന്നെയാ വിധിന്ന് സമാധാനിച്ച മതി ശാരദേ. അരവിന്ദ് സ്വാമിനാഥനും അയാളുടെ ഭാര്യയും തെറ്റിദ്ധാരണയുടെ പുറത്ത് ഇവിടെ വിളിച്ചു കൂവിയത് കേട്ട് ആരുടെയെങ്കിലുമൊക്കെ മനസ്സിൽ കുഷ്ഠം പിടിച്ചു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് തുടച്ചു നീക്കാൻ ഇതേ ഉള്ളൂ മരുന്ന്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. പിന്നെ താനെന്ത് വിചാരിച്ചു? ഞാൻ തന്നെയും കൂട്ടി അവിടുന്ന് ഇവിടെ വരെ വന്നത് ഈ കോൺഫറൻസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി മാത്രമാണെന്നോ? കോൺഫറൻസിന്റെ കൂടെ ഇയാളോടൊപ്പം ഒരു കറക്കം, അത് ഞാൻ നേരത്തെ വിചാരിച്ചതാ. പിന്നെ താജ്മഹൽ ഞാൻ പലവട്ടം കണ്ടിട്ടുണ്ടെങ്കിലും ഇയാളോടൊപ്പം വന്നൊന്ന് കാണണമെന്ന് തോന്നി. സത്യം പറയാലോ, ഫ്രണ്ട്സിന്റെ കൂടെ വന്നപ്പോഴൊന്നും ഇന്നത്തെ പോലെ എൻജോയ് ചെയ്യാൻ പറ്റില്ലെന്നുള്ളതാ സത്യം. തനിക്കും സന്തോഷമായെന്ന് അറിയുമ്പോ ഞാൻ തനിക്ക് വേണ്ടി ചെയ്ത സർപ്രൈസുകളൊന്നും വെറുതെ അല്ലെന്ന് മനസ്സിലാവുമ്പോ ഉള്ളിലൊരു സന്തോഷം. എന്താ പെട്ടെന്നൊരു ആലോചന? അല്ല സച്ചേട്ടാ, ഇപ്പൊ കുറെ ദിവസമായിട്ട് എന്റെ ജീവിതത്തിൽ നടക്കുന്നതൊക്കെ ഞാൻ ആരോടോ പറഞ്ഞതുപോലെ എന്റെ ഉൾമനസ്സിൽ എവിടെയോ ഇതൊക്കെ ഉണ്ട്. ആറ്റുകാൽ ക്ഷേത്രവും താജ്മഹലും ഒക്കെ പോണോന്ന് എന്റെ ഉള്ളില് എവിടെയൊക്കെയോ ഉണ്ടായിരുന്നതുപോലെ. ഭാര്യയുടെ ഉള്ളറിയുന്നവനാവണം ഭർത്താവ്. തന്റെ ഉള്ളിലുള്ളതൊക്കെ ഞാൻ മനസ്സിലാക്കിയെന്ന് കരുതിയാ മതി. എങ്കി പറയാ, എനിക്കിപ്പൊ തോന്നിയ കാര്യം എന്താ? തനിക്കിപ്പോ തോന്നിയ കാര്യം എന്താന്ന് ചോദിച്ചാ ഞാൻ എന്താ പറയാ? സച്ചേട്ടനല്ലേ പറഞ്ഞത് എന്റെ ഉള്ളിലുള്ളതൊക്കെ സച്ചേട്ടന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെന്ന്? അതൊന്നും എനിക്കറിയില്ല. സന്ദീപിനെ ആദരം കൂട്ടി നമുക്ക് എവിടേക്കെങ്കിലും പോണോന്ന് താനിപ്പോ ചിന്തിച്ചത് പോലും എനിക്കറിയില്ല. സത്യം എനിക്കൊന്നും മനസ്സിലായിട്ടില്ലെന്നേ. എന്റെ ഈശ്വര, ഞാനിപ്പോ ചിന്തിച്ച അതാന്ന് എങ്ങനെ മനസ്സിലായേ? അതാണ് സിക്സ്ത് സെൻസ്. എനിക്കതുണ്ട്. ഓ പിന്നെ സത്യം പറ, വെറുതെ ഊഹിച്ച് പറഞ്ഞതല്ലേ? എന്തായാലും ഞാൻ പറഞ്ഞ സത്യമായില്ലേ? അത് സത്യം തന്നെയാ. നമ്മളിങ്ങനെയൊക്കെ പോകുമ്പോ അവർക്ക് വിഷമം കാണില്ലേ? ചിലപ്പോ നമ്മളോടൊന്നും പറയാത്തതാവും പാവങ്ങള്. ഇനി ആ പേരും പറഞ്ഞ് എന്റെ കുട്ടി വിഷമിക്കണ്ട. തിരികെ നാട്ടിലെത്തിയാലുടൻ അവരെയും കൂട്ടി നമുക്ക് എവിടേക്കെങ്കിലും പോരെ? മതി.
ആ സച്ചേട്ടി ചെന്ന് ഫ്രഷ് ആയിട്ട് വാ. അപ്പോഴേക്കും ഞാൻ എല്ലാം പാക്ക് ചെയ്യാം. അല്ല, അതിന് താനോടെ പോകുന്നു? നാളെ രാവിലെ നമുക്ക് തിരികെ പോണ്ടേ? അതിന് ടിക്കറ്റ് ഒക്കെ ഞാൻ എപ്പോഴേ ക്യാൻസൽ ചെയ്തു. ഇവിടുന്ന് നമ്മൾ നേരെ കുളു മണാലി. അവിടുന്ന് എവിടെ പോകണമെന്ന് നമുക്ക് അവിടെ ചെന്നിട്ട് തീരുമാനിക്കാം. ഇന്ന് ചെല്ലാന്നല്ലേ നമ്മൾ പറഞ്ഞത്? അപ്പൊ അത് അവരെ അറിയിക്കണ്ടേ? ഇല്ലെങ്കിൽ അവർക്ക് ടെൻഷൻ ആവും. അതൊക്കെ എപ്പോഴേ ഞാൻ വീട്ടിൽ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ എന്തായാലും ഇന്നോ നാളെയോ ഒന്നും തിരികെ പോകുന്നില്ല. ആ പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാൻ മറന്നു. ഈ മേക്ക് ഓവർ അടിപൊളിയായിട്ടുണ്ട്. തന്നെ സാരിയിൽ മാത്രമല്ലേ ഞാൻ കണ്ടിട്ടുള്ളൂ, ഇത് തകർത്തു കളഞ്ഞു. എങ്ങനെ തകർക്കാതിരിക്കും? എന്റെ ഭർത്താവിന്റെ ഇഷ്ടപ്രകാരം എനിക്ക് വാങ്ങിച്ചു തന്നതല്ലേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ആഹാ, എന്താ നീ കഴിക്കാതെ നോക്കിക്കൊണ്ടിരിക്കുന്നെ? ചേച്ചിയും കൂടി വന്നിട്ട് കഴിക്കാന്ന് കരുതി. എന്നാ കഴിക്കാം. ചേച്ചി, ആ അർച്ചനയെ തിരിച്ചു കൊണ്ടുവരുന്ന കാര്യം എന്തായി? ഡൽഹി എയർപോർട്ടിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പറക്കുന്ന ആദ്യ ഫ്ലൈറ്റിൽ അർച്ചന ഉണ്ടാവും, കൂടെ സച്ചി. ഞാൻ പറഞ്ഞില്ലേ നിന്നോട്, നാളെ ഈ സമയത്ത് അർച്ചന ഇവിടെ ഉണ്ടാവുമെന്ന്. ചേച്ചി അതിനു വേണ്ടി എന്താ ചെയ്തേ? ഞാൻ കൂടുതലൊന്നും ചെയ്തില്ല. വഴിയരികിൽ കണ്ടൊരു കാര്യം ഞാൻ അർച്ചനയോട് ഫോൺ ചെയ്ത് പറഞ്ഞു, അത്രേ ഉള്ളൂ. വഴിയരികിലെ കണ്ട കാര്യോ? എന്താ അത്? നമ്മുടെ ഈ റോഡ് സൈഡിലൊക്കെ ചില വയ്യാത്ത ആളുകളെ കാണുമ്പോ പാവം തോന്നില്ലേ? അങ്ങനെ ഒരാളെ ഞാനിന്ന് കണ്ടു. അത് അർച്ചനെ വിളിച്ച് പറയുകയും ചെയ്തു. ആ, നിന്റെ മനസ്സ് നിറയെ സംശയങ്ങളാണെന്ന് എനിക്കറിയാം. അതൊക്കെ നമുക്ക് മാറ്റാം. എന്തായാലും നമ്മൾ വിചാരിച്ച കാര്യം നടന്നല്ലോ. ചേച്ചി കഴിക്കുന്നില്ലേ? ഏയ്, ഇന്ന് എന്ത് കഴിച്ചാലും എനിക്ക് ഇറങ്ങില്ല. കാരണം സന്തോഷം കൊണ്ട് ഫുൾ ഫില്ല. വിചാരിച്ചത് അതേപടി നടന്നതിന്റെ സന്തോഷം. അർച്ചനെ എന്റെ മുന്നിൽ മുട്ടുകുത്തിച്ച് നിർത്തും ഞാൻ. എന്റെ ചില കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോ ഞാൻ അത്രയ്ക്ക് ഉണ്ടാവുള്ളൂ എന്ന് അവൾക്കൊരു തെറ്റിദ്ധാരണയുണ്ട്. അവന്തികയുടെ പകുതി അഭ്യാസം പോലും അർച്ചന ഇതുവരെ കണ്ടിട്ടില്ല. മുഴുവൻ അഭ്യാസവും കാണാൻ ഈ വീട്ടിലാരും ബാക്കി ഉണ്ടാവുകയില്ല. പതുക്കെ പതുക്കെ. കമലേ, മാഷൊന്ന് പിടിച്ച്. എന്നാലും എന്റെ ഈശ്വര, ഞങ്ങളോട് എന്തിനാ ഈ ക്രൂരത? ഇത്രയും കാലം കുടുംബത്തിന് ബുദ്ധിമുട്ടേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പൊ ഇത് കൂടിയായി. നീ ഈശ്വരനെ കുറ്റപ്പെടുത്താതെ കമലേ, ഇത്രേ പറ്റിയുള്ളൂ എന്നോർത്ത് നന്ദി പറയ കമലേ. നമ്മൾ ഇവിടുന്ന് ഇറങ്ങുമ്പോ എന്തുമാത്രം ആധിയിലാ പോയത്. പേടിച്ചതുപോലും സംഭവിച്ചില്ലല്ലോ. മോളെ, നീ അവനെ അകത്തോട്ട് കൊണ്ട് കിടത്ത്. കുറച്ചേരം വിശ്രമിക്കട്ടെ. ഞാൻ ആ ടാക്സിക്കാരനെ ഒന്ന് പറഞ്ഞു വിട്ടു. അനുപേട്ട, മീരെ, നീ കൊച്ചിനെന്തെങ്കിലും കഴിക്കാൻ കൊടുക്ക. എനിക്കൊന്നും വേണ്ട അച്ഛാ. അതെന്താ മോളെ? ഓ, ഒരു ഹാപ്പിയും ഇല്ല. കരയണ്ടമ്മേ, ഇത്രയല്ലേ പറ്റുള്ളൂ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നീ എന്താ ഇവിടെ? അതെന്ത് ചോദ്യ ശ്രേയ, ഇത് നമ്മുടെ വീടല്ലേ. ഇവിടെ ഞാൻ ഇടയ്ക്കെങ്കിലും ഒന്ന് വരണ്ടേ? നമ്മുടെ വീടോ? അതേത് വകയിൽ?
എന്റെ ഭാര്യയാകേണ്ട പെൺകുട്ടി താമസിക്കുന്ന വീട് എനിക്ക് എന്റെ സ്വന്തം വീട് പോലെ തന്നെയാ. ഓഹോ, അങ്ങനെയാണോ? അവള് തന്നെ ഇവിടെ അഭയാർത്ഥിയാ. ആ ബന്ധത്തില് നീയും അവകാശം പറയുവാണോ? പിന്നെ പറഞ്ഞാലെന്താ? ഗംഗ ഇവിടുത്തെ വെറും വേലക്കാരി ഒന്നും അല്ലെന്ന് എനിക്കറിയാം. അങ്ങനൊരു വേലക്കാരി മാത്രമാണ് അവളെങ്കില് അവളെ ഒഴിവാക്കാൻ നീ എന്റെ സഹായം തേടുവോ? നകുൽ, വേണ്ട. നീ ലിമിറ്റ് വിടുന്നുണ്ട്. ഇത് നിനക്ക് നല്ലതിനല്ല. അല്ല ശ്രേയ, നീയാണ് ലിമിറ്റ് വിടുന്നത്. ഞാൻ ഇങ്ങോട്ട് വരുന്നതിന്റെ കാര്യവും കാരണവും തിരക്കേണ്ട കാര്യം നിനക്കില്ല. അതെങ്ങനെ ശരിയാവും? ഞാൻ അറിയാതെ നീ പലതും പ്ലാൻ ചെയ്തില്ലേ? നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഞാനായ സ്ഥിതിക്ക് അതൊക്കെ എന്നെ കൂടെ ബാധിക്കും. ശരിയാ, നീയാ എന്നെ ഇവിടെ കൊണ്ടുവന്നത്. ആ നന്ദിയുടെ സ്നേഹത്തിന്റെയും പുറത്ത് തന്നെയാ ഞാൻ നിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞത്. പക്ഷെ നീ ലിമിറ്റ് വിട്ടാ ശ്രേയേ, നിനക്ക് ഈ നകുലിനെ അറിയില്ല. നീ കാണുന്ന ലോക്കൽ ഗുണ്ടകളെ പോലെ അല്ല നകുൽ. ഇതാള് വേറെയാ. തൊട്ടാൻ നിന്റെ കൈ പൊള്ളും. ഈ കൈലാസത്തിൽ കയറി നിന്ന് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ നിനക്ക് സാധിക്കുന്നത് ഞാൻ കാരണമാണെന്നുണ്ടെങ്കിൽ നിന്നെ നിലയ്ക്ക് നിർത്താനും എനിക്കറിയാം. മോളെ ശ്രേയേ, നീ ആരാണെന്നാ നിന്റെ വിചാരം? ഈ ഇട്ടാവെട്ടത് കടന്ന് നീ കളിക്കുന്ന കണ്ണുകെട്ടിക്കളിയാണ് ഏറ്റവും വലിയ കളിയെന്ന് നിനക്കൊരു ധാരണയുണ്ടെങ്കില് അത് വെറുതെയാ മോളെ. നിന്നെ ഞാൻ തൊള്ള വരുന്നുണ്ട്. എന്റെ തനി സ്വഭാവം അവരറിയണ്ട. ആ ഓർമ്മ നിനക്കാണ് ഉണ്ടാവേണ്ടത്. നകുൽമോനോ, ഇതെപ്പോഴാ വന്നത്? ഞാൻ ദാ ഇപ്പൊ വന്നതേ ഉള്ളൂ മുത്തശ്ശി. വന്നപ്പോഴേ ഗംഗയെ കണ്ടു. അവളോട് സംസാരിച്ചിട്ട് ഇരിക്കാൻ തുടങ്ങിയപ്പോ ശ്രേയ വന്നു. പിന്നെ ഞാൻ ശ്രേയയുടെ ഓരോ വിശേഷങ്ങൾ പറഞ്ഞു നിൽക്കുകയായിരുന്നു. അതേ മുത്തശ്ശി, ഈ നകുലിനോട് സംസാരിച്ചാ നേരം പോകുന്നതേ അറിയില്ല. എല്ലാ വിഷയത്തെക്കുറിച്ചും നല്ല അറിവാണല്ലോ. അത് ശരിയാ. മോനെ ആദ്യം ക്ഷേത്രത്തിൽ വെച്ച് കണ്ടപ്പോഴേ എനിക്കത് മനസ്സിലായതാ. സത്യം പറഞ്ഞ മോന്റെ അന്നത്തെ സംസാരം ഒന്ന് തന്നെയാ എന്റെ ഗംഗയ്ക്ക് വേണ്ടി മോനെ ആലോചിക്കാൻ കാരണമായത്. അതേതായാലും നന്നായി. ഗംഗയുടെ ഭാഗ്യം തന്നെയാ നകുലിനെ പോലൊരു പയ്യനെ കിട്ടിയത്. അത് ശ്രേയക്ക് തെറ്റി. ഗംഗയല്ല, ഞാനാണ് ഭാഗ്യം ചെയ്തത്. അതല്ലേ ഇതുപോലൊരു മുത്തശ്ശിയെയും തങ്കം പോലുള്ള ഗംഗയും എനിക്ക് കിട്ടിയത്. എത്രയും പെട്ടെന്ന് നിങ്ങളുടെ വിവാഹം നടന്നു കാണുമെന്ന പ്രാർത്ഥന എനിക്കിപ്പോ ഉള്ളൂ. ഇനി എന്തിനാ അത് വൈകുന്നത്? ഉടനെ ആ വിവാഹം അങ്ങ് നടത്തിക്കൂടെ മുത്തശ്ശി? ഉടനെ നടത്താം. ആ ദിവസത്തിനായ ഞാനും കാത്തിരിക്കുന്നത്. നമ്മുടെ എല്ലാ ആഗ്രഹം പോലെ ഭംഗിയായി ഈശ്വരൻ ആ വിവാഹം നടത്തി തരും മോനെ. എങ്കിൽ പിന്നെ നിങ്ങൾ സംസാരിക്കും, ഞാൻ അകത്തേക്ക് ചെല്ലട്ടെ. ശരി ശ്രേയ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അവൻ നമ്മൾ കരുതുന്നതിനേക്കാളും വിഷോ. നീ സൂക്ഷിക്കണം. അമ്മേ, ഞാനൊരു അപകടത്തിൽപ്പെട്ട് നിൽക്കുമ്പോ എന്നെ എങ്ങനെ ഇട്ടിട്ട് പോവല്ലേ അമ്മേ? അമ്മ അല്ലാതെ എന്നെ ആരാ ഈ സമയത്ത് സഹായിക്കാൻ? എന്റെ ശക്തി എന്റെ അമ്മയാ. ആ ഒരു ബോധം നിനക്കുണ്ടായിരുന്നെങ്കിൽ നീ എന്നോട് പറയാതെ ഈ തോന്നിവാസം കാണിക്കുമായിരുന്നോ? ഇനി അത് പറയല്ലേ അമ്മേ. ക്ഷമിക്ക്, ഞാൻ വേണേ അമ്മയുടെ കാല് പിടിക്കാം. കാലൊന്നും പിടിക്കണ്ട. നിന്റെ നന്മയെ കരുതിയാ ഞാൻ ഓരോന്ന് പറയുന്നേ. മോളെ, ആ നകുൽ എന്ന സാധനം ഇവിടെ എന്തൊക്കെ നാശം കാണിച്ചു. ആ പാമ്പിനെ കൊണ്ടുവന്നിട്ടേ ചില്ലറ കളിയാണ് ഇവിടെ കളിച്ചത്. എന്നിട്ട് എന്താ ഉണ്ടായേ? ആ പാമ്പ് കയറി മഹിയെ കടിച്ചു. ഭാഗ്യത്തിനാ മഹി രക്ഷപ്പെട്ടെ. മഹിക്ക് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലോ? ആർക്കാ നഷ്ടം? നമുക്കല്ലേ? അതെ, അതൊക്കെ എനിക്കും അറിയാം. അതല്ലേ എന്റെയും ടെൻഷൻ. ഇപ്പൊ അവൻ ലക്ഷ്യം വെച്ചിരിക്കുന്നതേ മാളൂനെയാ. മാളൂന് എന്തെങ്കിലും പറ്റിയ ബാധിക്കാൻ പോകുന്നത് നമ്മളെ തന്നെയാ.
മാളുവിന് വേണ്ടിയാ മഹി വിവാഹത്തിന് തന്നെ തയ്യാറാവുന്നേ. അല്ലാതെ അവന് നിന്നോടൊരു താല്പര്യം ഉണ്ടായിട്ടല്ല. അമ്മ പിന്നെ ഓരോന്ന് പറഞ്ഞ് എന്നെ പേടിപ്പിക്കാതെ. ഇതിനൊരു പരിഹാരം പറഞ്ഞതാ. ഇപ്പതേ അവൻ എന്തൊക്കെയോ പുതിയ പദ്ധതിയായിട്ട് നടക്കുന്നെന്ന് എനിക്ക് തോന്നുന്നേ. ഞാൻ ആലോചിച്ചിട്ട് ഒരു പരിഹാരേ ഉള്ളൂ. അവന്റെ മേൽ നമ്മളൊരു കണ്ണു വയ്ക്കുക. നമുക്ക് ദോഷം ഉണ്ടാകുന്നത് എന്തെങ്കിലും അവന്റെ ഭാഗത്തു നിന്നുണ്ടായാ അത് തടയുക. തൽക്കാലം അതേ രക്ഷയുള്ളൂ. അതെ, അല്ലെങ്കിലും അവൻ നല്ലൊരു നടനാ. ആ മുത്തശ്ശിക്ക് അവനെ ഇപ്പൊ ഭയങ്കര വിശ്വാസമാ. അതുകൊണ്ട് എന്തെങ്കിലും പറഞ്ഞ് ഇവിടെ നിന്ന് ഇറക്കി വിടാൻ നോക്കിയാലും അത് നടക്കില്ല. പിന്നെ ഒരാശ്വാസമുണ്ട്. നീ അന്ന് പറഞ്ഞത് വെച്ച് നോക്കുമ്പോ ഗൗരി അവനെ നോട്ടമിട്ടിട്ടുണ്ട്. മഹിക്കോ മാളുവിനോ ഗംഗയ്ക്കോ ദോഷമായിട്ട് എന്തെങ്കിലും വരുമെന്ന് ഗൗരിക്ക് തോന്നിയ അവന്റെ കാര്യം അവള് നോക്കിക്കോളും. അത് ശരിയാ. അന്നെന്തോ ഭാഗ്യം കൊണ്ട് അവൻ രക്ഷപ്പെട്ടത്. അതാ ഞാൻ പറഞ്ഞേ, നമുക്ക് ദോഷം ഉണ്ടാവുന്ന രീതിയിൽ അവന്റെ പ്രവൃത്തികൾ മാറിയ നമുക്ക് ഈ വീടിന്റെ പല ഭാഗത്തു നിന്നും അതങ്ങ് വിളിച്ചു പറയാം. അത് ഗൗരി കേട്ട് വേണ്ടത് ചെയ്തോളും. ഒന്ന് പോ അമ്മേ. ഗൗരി അമ്മ പറയുന്നത് നോക്കിയിരിക്കുവല്ലേ. നീ വിശ്വസിക്കണ്ട. അനുഭവം വരുമ്പോ മനസ്സിലാവുമല്ലോ. അത് മതി. പിന്നെ മോളെ, അമ്മ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുക. അവന് ഗംഗയും നീയൊക്കെ ഒരുപോലെയാ. ഗംഗയെ വിൽക്കാൻ നോക്കുന്നിടത്ത് നിന്നെ കൂടി കൊണ്ടുപോയി കൊടുക്കാൻ അവന് തോന്നിയ തീർന്നു. പേടിപ്പിക്കാതെ അമ്മേ. അമ്മ അന്നിത് പറഞ്ഞ ദിവസം ഉണ്ടല്ലോ, ഞാൻ ഉറങ്ങിയിട്ടില്ല. പിന്നെ അത് എന്നെ പറയാതെ. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. സൂക്ഷിക്കാനുള്ളത് നമ്മൾ സൂക്ഷിക്കണം, അത്രേ ഉള്ളൂ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എനിക്കറിയാം ഉറങ്ങാൻ വേണ്ടി നീ കാത്തിരുന്നാണെന്ന്. ലക്ഷ്മി, പാല് അതവിടെ വെച്ചേക്ക്. ആരും ഉറങ്ങിയോന്നാ സഞ്ജുട്ടൻ ചോദിച്ചത്? ആരും ഉറങ്ങിയിട്ടൊന്നുമില്ല. അല്ല, ആരാ നിന്നിങ്ങോട്ട് പറഞ്ഞയച്ചത്? നീ ഇങ്ങോട്ട് വരുന്നത് ആരെങ്കിലും കണ്ടോ? ചേച്ചിയാ ഇന്നെന്റെ കയ്യിൽ പാല് തന്നു വിട്ടത്. സ്വാതിയോ? സ്വാതി നിന്റെ കയ്യിൽ പാല് തന്ന് എന്റെ റൂമിലേക്ക് അയച്ചെന്നോ? ആരെയും കാണാതെ ഞാൻ വിഷമിച്ച് നിന്നപ്പോഴാ ചേച്ചി പാലുമായിട്ട് വരുന്നത് കണ്ടത്. അത് തന്നെ
തന്നെ സംഭവിച്ചു? സ്വാതി ഇവളെ പേടിച്ചു വന്നതായിരിക്കും. അവള് ലക്ഷ്മിയുടെ മുന്നിൽ തന്നെ വന്ന് പെട്ടു. പാവം, അവള് മുറി പോയിരുന്ന് പൊട്ടിക്കരയുന്നുണ്ടാവും. പാല് വാങ്ങിയില്ല. ഞാൻ രാത്രിയിലെ പാല് കുടിക്കാറില്ല. നീ അത് കിച്ചണിൽ കൊണ്ടുപോയി വെക്ക്. അയ്യോ, അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇവളോടൊന്ന് പൊട്ടിത്തെറിക്കാൻ പോലും എനിക്ക് കഴിയുന്നില്ലല്ലോ. കുറച്ചു കുടിച്ചാ മതി. നീ അത് അവിടെ വെക്ക്. ഞാൻ പറയുന്ന നീ ഒന്ന് കേൾക്ക് ലക്ഷ്മി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഈ ഫയൽസ് ഒക്കെ നീ നന്നായിട്ട് സ്റ്റഡി ചെയ്യണം. എന്നിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഒരു റിപ്പോർട്ട് തയ്യാറാക്കുക. പേടിപ്പിക്കുന്നു. പോകാനോ? ഞാൻ പോവില്ല. പോവില്ല മോനെ. എനിക്കൊരു സമ്മാനം തരാനുണ്ട്. ഒരു സമ്മാനം വേണ്ട, പോവാൻ. അല്ല, നീ ആരോടെ ഈ ആക്ഷൻ കാണിക്കുന്നത്? ആഹാ, നീയായിരുന്നോ? നീ എന്താ ഇവിടെ? അല്ല, അത് ഞാനിപ്പോ ചേച്ചിക്ക് വേണ്ടി കൊണ്ടുവന്നതാ. ചേച്ചിയെ കാണുന്നില്ല. അത് ചേച്ചി ഇവിടെ ഉണ്ട്. ആ പൂവ് ഇങ്ങ് തന്നേക്കും. ഇങ്ങ് തന്നേക്കുന്നേ. എന്നാ പിന്നെ ഞാനങ്ങോട്ട്. ചെല്ല് ചെല്ല്. അല്ല, ചേച്ചിയുടെ സൗന്ദര്യത്തില് അനിയത്തിക്ക് വലിയ ശ്രദ്ധയാണല്ലോ. അതുകൊണ്ടല്ലേ ഈ റോസാപ്പൂ കൊണ്ട് തന്നത്? അവളങ്ങനെയാ. നീ ആ പൂവിങ് തന്നെ ഞാൻ ചൂടിത്തരാം. ഇങ്ങത്താ തിരിഞ്ഞ്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി.
പേന് കൊണ്ട് കവളത്ത് കുത്തുന്നേ? അതേ, നിന്നെ ആരും കണ്ണുവെക്കാതിരിക്കാനാ പാർവതി. എന്നെ ആര് കണ്ണുവെക്കാനാ വിശാൽ സാറേ? ഞങ്ങള് നിങ്ങളുടെ സ്വർഗത്തിലെ കട്ടുറുമ്പാവൂ. ഏയ്, അമ്മ വരണം. അല്ല, അമ്മ വരണം. പ്രതാപൻ സർ വരൂ. വിശാൽ, ഞാൻ വന്നത് നിന്നോടൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനാ. എന്നാ പിന്നെ നിങ്ങൾ സംസാരിക്കും, ഞാൻ ചെല്ലട്ടെ. പാർവതി, താൻ എവിടെ പോകുന്നു? താൻ ഇവിടെ നിൽക്ക്. അല്ല, ഇവിടെ വേറെ സ്വകാര്യമൊന്നുമില്ല. അമ്മേ, ഞങ്ങളുടെ കിടത്ത് മാത്രമേ 2 മുറിയിലുള്ളൂ. പക്ഷേ ഞാനും പാർവതിയും മനസ്സുകൊണ്ട് ഒന്നാ. അതുകൊണ്ട് എന്ത് കാര്യമാണെങ്കിലും അമ്മയ്ക്ക് പാർവതിയുടെ മുന്നിൽ വെച്ച് എന്നോട് പറയാം. അമ്മ പറഞ്ഞോളൂ. എനിക്കൊരു വിവരം അറിയണം വിശാൽ. അമ്മ ചോദിച്ചോളൂ. നിന്റെ പേരിൽ നീ ഉപയോഗിക്കുന്ന മൊബൈൽ കണക്ഷൻ അല്ലാതെ വേറെ ഏതെങ്കിലും സിം കാർഡ് ഉണ്ടോ? ഉണ്ട്, വേറൊരു സിം കൂടിയുണ്ട്. എന്താ അമ്മേ, എന്താ വേറെ സിം കാർഡ് ഉണ്ടോന്ന് ചോദിച്ചത്? ഒന്നുമില്ല. വേറെ ആരെങ്കിലും നിന്റെ പേരിലുള്ള സിം മിസ്യൂസ് ചെയ്യരുത്, അല്ലേ പ്രതാപ? അതെ അതെ. ഇപ്പൊ ഈ വ്യാജ സിം കാർഡ് വെച്ച് ഒരുപാട് തട്ടിപ്പുകളൊക്കെ നടക്കുന്നുണ്ടല്ലോ. അതൊന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി വന്നതാ. അതെനിക്കും അറിയാം. പക്ഷേ സൂക്ഷിക്കേണ്ട ഞാനല്ലേ, അമ്മേ. ഞാനോ? അതെ, അമ്മയാ സൂക്ഷിക്കേണ്ടത്. ഞാൻ എന്തിനാ സൂക്ഷിക്കുന്നേ? അമ്മ മറന്നുപോയോ? കുറച്ച് നാൾ മുമ്പ് അമ്മയ്ക്ക് ഒരു സിം വേണമെന്ന് പറഞ്ഞപ്പോ എന്റെ ID പ്രൂഫ് ഉപയോഗിച്ച് ഞാനല്ലേ അമ്മയ്ക്കൊരു സിം കാർഡ് എടുത്തു തന്നത്. ആ സിം ഇപ്പോ അമ്മയല്ലേ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാ അമ്മ സൂക്ഷിക്കണമെന്ന് ഞാൻ പറഞ്ഞത്. ഓ, അത് ശരിയാണല്ലോ. ഞാനതങ്ങ് മറന്നുപോയി. ശരി ശരി, നിങ്ങൾ സംസാരിച്ചിരിക്കേ. പ്രതാപ, നമുക്ക് പോവാം. ശരി ശരി. വിശാൽ സർ, സാറ് അമ്മയ്ക്ക് വേണ്ടി എടുത്തു കൊടുത്ത സിമ്മിന്റെ നമ്പർ ഓർമ്മയുണ്ടോ? ഉണ്ടല്ലോ. പാർവതിക്ക് അത് വേണോ? ഞാൻ പറഞ്ഞുതരാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്താ ആലോചിക്കുന്നത്? അല്ല, ജയേഷ് എന്നെ തിരക്കി വീട്ടിലെത്തിയിട്ടുണ്ടാവോന്ന് എന്റെ പേടി. ഏയ്, അങ്ങനെയൊന്നും വരില്ല. ഇനി ചേച്ചി അവിടെ എത്തി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. ആ നിമിഷം ഞാൻ അവിടെ എത്തും. അവനെന്നെ അത്രയ്ക്ക് ദ്രോഹിക്കുക. അഖില നോക്കിക്കോ, ഇനി ആ ജയേഷ് എന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ച ഞാനൊന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ഇനി ഞാൻ മറ്റൊന്നും നോക്കില്ല. ഞാൻ എന്തെങ്കിലും കടുങ്ങായി ചെയ്തെന്ന് വരും. ഏയ്, അങ്ങനെ ചിന്തിക്കല്ലേ. എല്ലാത്തിനും ഒരു പരിഹാരമില്ലേ? അല്ലെങ്കിൽ തന്നെ ശ്രീകുട്ടി, അവളെ ഓർക്കണ്ടേ? അഖി, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ച എന്റെ ശ്രീകുട്ടിക്ക് നീയും ശ്യാമ ഉണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അത്രയ്ക്ക് ഞാൻ അവനെ കൊണ്ട് അനുഭവിച്ചു. ഇനി കൊല്ലേണ്ടി വന്ന അവനെ ഞാൻ കൊല്ലും.
ഞാൻ വരട്ടെ. മോളെ സൂക്ഷി മതി. സാരമില്ല അങ്കിളെ, എന്നെ വിട്ടോ. എനിക്കിപ്പോ ഒരു കുഴപ്പമില്ല, ഞാൻ നടന്നോളാം. മോളെ സൂക്ഷിച്ചേ. മോളെ സൂക്ഷിച്ച് പടി കയറണ്ട, അങ്കിള് വരാം. മോളെ സൂക്ഷിച്ചേ. അങ്കിളെ, അമ്മ വന്നിട്ടില്ല. അയ്യോ, ഇനിയിപ്പോ എന്ത് ചെയ്യും മോളെ? അത് പേടിക്കണ്ട, അമ്മ ചാവി എവിടെ വെച്ചേക്കണേന്ന് എനിക്കറിയാം. ആണോ? ഇങ്ങനെ സൂക്ഷിച്ച്. മോൾക്ക് ഇപ്പൊ വേദനയുണ്ടോ? കുറച്ച്. മാറും കേട്ടോ. മോള് ശരിക്കും സൂക്ഷിക്കണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. മോള് പേടിക്കും, അതുകൊണ്ട് ഇപ്പൊ ഞാൻ നിന്നെ വെറുതെ വിടുക. ഇപ്പൊ നീ പൊക്കോ, അതാ നിനക്ക് നല്ലത്. ഇനി നീ ഇവിടെ എങ്ങനെ വന്നാ തിരിച്ചു പോകുന്നത് ഈ ഷേപ്പിലാവില്ല. ഓ, നീ ഓർത്തോ. തൽക്കാലം ഞാൻ പോവുക. അതെ, നിന്നെ പേടിച്ചിട്ടല്ല. ഇനി മുതൽ നീ എന്റെ നോട്ടപ്പുള്ളിയാ. താമസിയാതെ ഞാൻ ആരാണെന്ന് നീ അറിയും. ഓടാ എടീ, എന്റെ തള്ള വരുമ്പോ പറഞ്ഞേക്ക് ജയേഷ് വന്നിരുന്നു, ഇനിയും വരുമെന്ന്. അങ്കിളെ പ്ലീസ്, വേണ്ട വേണ്ട പ്ലീസ്. ഒന്നുമില്ല മോളെ. പിന്നെ പുതിയ കാമുകൻ അവള് വീട്ടിൽ കെട്ടി താമസിപ്പിച്ചിരിക്കാന്ന് എനിക്ക് മനസ്സിലായി. ഈ ജയേഷ് അത് പൊറുക്കില്ലെന്ന് നിന്റെ അമ്മയോട് പറഞ്ഞേക്ക്. അങ്കിളെ വേണ്ട പ്ലീസ്. വേണ്ട, വേണ്ട. അവളെ ഞാൻ വെറുതെ വിടില്ല, നീ നോക്കിക്കോ. അവളെ ഞാൻ വെറുതെ വിടില്ലടാ. ഓടാ. അങ്കിളെ പൊയ്ക്കോട്ടെ. മോളെ, അവൻ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ശല്യപ്പെടുത്താറുണ്ടോ? അങ്കിളെ, അയാൾ ചിലപ്പോഴൊക്കെ ഇവിടെ വരും. എന്റെ അമ്മയ്ക്ക് അയാളെ ഇഷ്ടമല്ല. വലിയ പേടിയാ. എനിക്കും അയാളെ വലിയ പേടിയാ അങ്കിളെ. മോള് പേടിക്കണ്ട കേട്ടോ. വാ. മോള് പേടിച്ചോ? പേടിക്കണ്ട കേട്ടോ. അങ്കിളില്ലേ മോക്ക്, പേടിക്കണ്ട കേട്ടോ. അങ്കിൾ എന്റെ അടുത്തുള്ളപ്പോ എനിക്ക് ഒരു പേടിയുമില്ല.
ഇനി അവനിവിടെ പ്രശ്നത്തിന് വന്ന അപ്പൊ തന്നെ മോള് അങ്കിളിനെ ജസ്റ്റ് ഒന്ന് ഫോൺ ചെയ്താൽ മതി. അങ്കിള് ഓടി ഇങ്ങ് വരും. കേട്ടോ? ശരി അങ്കിളെ. എന്റെ ശ്രീകുട്ടിയെ അങ്ങനെ ഇനി ആരും പേടിപ്പിക്കാൻ വരില്ല. അങ്ങനെ ആരെങ്കിലും പേടിപ്പിക്കാൻ വന്നാൽ അത് അങ്കിളേറ്റു. കേട്ടല്ലോ? അല്ല മോളെ, മോളുടെ അമ്മ ഇതിൽ വന്നില്ലല്ലോ. അത് ഞാനും ആലോചിക്കുന്നേ. അമ്മ ഇത് എവിടെ പോയതാ? അമ്മ വന്നോട്ടെ. അതുവരെ അങ്കിൾ ഇവിടെ മോളുടെ അടുത്ത് തന്നെ ഉണ്ടാവും. അതുപോലെ അത് മതി. എന്നാലേ നമുക്ക് അങ്കിൾ ഓറഞ്ച് എടുത്തു തരാം. അങ്ങനെ കുട്ടികൾ വിശന്നിരിക്കാൻ പാടില്ല. ഈശ്വര, എന്നെ കാണാതെ അരുൺ പോവില്ല. ഇനി ഞാൻ എന്താ ചെയ്യാ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ആരെങ്കിലും ഒന്ന് തുറക്കണേ. ഹലോ ഹലോ, തുറക്കാൻ. തിരക്ക് കൂട്ടണ്ട, വിശദമായിട്ട് കുളിച്ചിട്ട് ഇറങ്ങിയാ മതി. ഓഹോ, എടി പിശാചേ, നീയാണോ വെള്ളം നിർത്തിയത്? ആ, ഞാൻ തന്നെയാ. വാതിലും പൂട്ടിയിട്ടുണ്ട്. വൈകുന്നേരം വരെ അവിടെ കിടക്ക്. അയ്യോ എടി, തമാശ കളിക്കല്ലേ. ഒരു തമാശയില്ല, ഞാൻ വളരെ സീരിയസാ. ഈശ്വര, എന്റെ കണ്ണില് സോപ്പ് പോവാ. എടി, കണ്ണ് നീർന്ന്. ആണോ? വളരെ നന്നായി. എടി, ആ വെള്ളം ഒന്ന് തുറന്നുവിട്. ഞാൻ നിന്നോട് ഒരു വഴക്കിനുമില്ല. അയ്യോ, അങ്ങനെ പറയല്ലേ. ഞാൻ എണ്ണ വാങ്ങിച്ചോണ്ട് വരാം. എന്നെ പൊരിക്കണ്ടേ? അയ്യോ, അത് ഞാൻ വെറുതെ പറഞ്ഞതാ, തമാശക്ക്. അയ്യോ കഷ്ടം. എനിക്കാണെങ്കിലേ തെളിച്ച എണ്ണയിൽ കിടക്കാൻ കൊതിയാവോ. അയ്യോ, എല്ലാ തെറ്റിനും മാപ്പേ. മാപ്പ്. മുമ്പത്തെ പോലല്ല, ശരിക്കും മാപ്പ്. ഒന്ന് തുറന്നു വിടേ. ആ, ഇനി മാറ്റി പറയോ? ഇല്ല, ഒരിക്കലും ഇല്ല. ഒന്ന് തുറന്നു വിടേ. ഓഹോ, അയ്യോ. അയ്യോ, അവള് പിന്നെയും പൂട്ടിയോ? വെള്ളം വന്നോ? ഇല്ല, നീ തുറന്നില്ലേ? ആ, തുറന്നല്ലോ. പിന്നെന്താ വെള്ളം വരാത്തെ? ആ, ചിലപ്പോ ടാങ്കിൽ വെള്ളം തീർന്നു കാണും. അയ്യോ, ആ മോട്ടർ ഒന്ന് ഓണാക്കുവോ? ആ, പിന്നെ എനിക്ക് വേറെ പണിയുണ്ട്. വേണമെങ്കിലേ ആ കിണറ്റിന് എങ്ങനെ വെള്ളം കോരി കുളിക്കാൻ നോക്ക്. അയ്യോ, ദേ, വാതിൽ തുറന്നിട്ടുണ്ടേ. ഹലോ. അയ്യോ അയ്യോ, ഇതാര്? സോപ്പ് പതച്ചാത്തനോ? എന്റെ കണ്ണ് പേറുകാടി. എന്തെങ്കിലും ഒരു തുണി താടി. ഒരു മിനിറ്റ്. വേണമെങ്കിലേ ഇത് കൊണ്ട് തുടച്ചോ. ഇതാ ഇതാ. അയ്യോ, പറ്റിക്കല്ലേ. എവിടെ? ഞാനതിന് അവരുടെ സ്വർഗത്തിലെ കട്ടപ്പാട്ട് ഇവിടെ നിൽക്കുന്നത്. ഞാൻ ഈ നാട്ടുകാരനല്ലേ. ചുമ്മാ കളിക്കാതെ. എന്നോട് കളിച്ച ദാ ഇങ്ങനെ ഇരിക്കും. അയ്യേ അയ്യേ. പിടിച്ചോ. നിനക്ക് ഞാൻ വച്ചിട്ടുണ്ടടി. ഇനിയിപ്പോ വല്ല കിണറ്റും കരയിലും പോണം. എന്നോട് കളിച്ച ഇങ്ങനെ ഇരിക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.
നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇത്രയും നേരം ഞാൻ വേണ്ടാന്ന് പറഞ്ഞ് മിണ്ടാതിരുന്നതാ. നിങ്ങളോട് ആര് പറഞ്ഞു ഞാൻ ചില്ലിട്ട് കൊണ്ടുവച്ച പടത്തിനടുത്തേക്ക് പോവാൻ? വിരോധം കൊണ്ടല്ലേ ആ ഫോട്ടോ തള്ളിയിട്ടതും പൊട്ടിച്ചതും. സ്വയം ഇങ്ങനെ ഓരോന്നുണ്ടാക്കി വച്ചിട്ട് വീണ്ടും വീണ്ടും എന്നെ പഴിക്കാനാണ് ശ്രമമെങ്കിൽ ഇവിടെ വച്ച് തന്നെ വെടിവെച്ച് കൊന്ന് വഴിയിലെറിഞ്ഞിട്ട് പോവും ഞാൻ. ഡാഷ്ബോർഡിൽ തോക്കിരിപ്പുണ്ട്. എന്താ വേണോന്ന്? പോട്ടെ സാറേ, അറിയാതെ എന്തോ വിവരക്കേട് പറഞ്ഞല്ലേ, നമുക്കങ്ങ് ക്ഷമിച്ചു കളയാം. എന്നാ പിന്നെ നിന്നെ ഞാനങ്ങ് വെടിവെക്കട്ടെ. എന്റെ തല ചൂട് പിടിപ്പിച്ചതിന് ആരെങ്കിലും കൊന്നാ മതി എനിക്ക്. ഞാൻ ഒന്നും മിണ്ടുന്നില്ലേ? സാർ എന്താന്ന് വെച്ചാ അതാ എല്ലാവർക്കും നല്ലത്. ജസ്റ്റ് കീപ് ക്വൈറ്റ്. ഞാൻ വണ്ടി ഓടിക്കുമ്പോ ആരും ഇവിടെ ബഹളം ഉണ്ടാക്കരുത്. ദാറ്റ്സ് ഓൾ. നിന്നെ ഞാനിങ്ങനെ മനസ്സിലിട്ട് വളർത്തിയത് കൈവിട്ട് കളയാനല്ല, കൈയോട് കൈ ചേർത്ത് ജീവിതത്തിൽ ഒന്നിച്ച് സഞ്ചരിക്കാനാ. വേണ്ട, നമുക്ക് വീട്ടിലേക്ക് പോവാം. ആരുടെയെങ്കിലും പുറകെ പോവാൻ നിൽക്കാതെ നീ വീട്ടിലേക്ക് വണ്ടി എടുക്ക്. സാറേ, ഇത് തൃപ്പങ്ങോട്ടല്ല, സ്ഥലം വേറെയാ. അവിടെ ചെലവാകുന്ന കളികൾ ഇവിടെ ചെലവാവില്ല. സ്ത്രീത്വത്തെ അവമാനിച്ച അപ്പ അറസ്റ്റാ, ജാമ്യം പോലും കിട്ടൂല. സൂക്ഷിച്ചും കണ്ടു കിടപെട്ടാലേ. രാധേ, ഞാനാ മേഘനാഥൻ. രാധേ, എന്താ ഇത്? ഇത് ഞാനാ മേഘനാഥൻ. ഓർമ്മയില്ലേ എന്നെ? ഞാൻ മേഘൻ. രാധേ, രാധേ, നിനക്ക് ഓർമ്മയില്ലേ? ഞാൻ ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.